പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണം 60 ദിവസത്തിനകം പൂർത്തിയാകും. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി ഗീതാ ഗോപി MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള KSTP റോഡ് പദ്ധതിയിൽ മുടങ്ങിക്കിടന്ന നിർമ്മാണമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. 3 വർഷം മുൻപ് മുടങ്ങിയതെങ്കിലും പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം മുടങ്ങുകയായിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനു പിന്നാലെ അപകടങ്ങളും ഇവിടെ പതിവായിരുന്നു. MLAയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് KSTP പ്രതിനിധികൾ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണത്തെ തുടർന്ന് ഇതുവഴിയുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത്. ഗീതാ ഗോപി MLAയ്ക്കൊപ്പം KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ KM മനോജ്, ചേർപ്പ് CI KN അനിൽകുമാർ, തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി CA ജോയ് തുടങ്ങിയവരാണ് സന്ദർശക സംഘത്തിലുണ്ടായിരുന്നത്. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണം 60 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. ജില്ലാ കളക്ടർ ഇന്നത്തെ നിർദ്ദേശപ്രകാരം നിലവിലുള്ള പാലക്കൽ കണിമംഗലം റോഡ് കൺസ്ട്രക്ഷൻ KSTPയുമായിട്ടുള്ള ആ നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിൽ നടക്കുന്നു എന്നും നിലവിൽ സ്ഥലത്ത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ വിസിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ CI മനോജിൻ്റെ നേതൃത്വത്തിലും KSTPയുടെ പ്രതിനിധി നിലയ്ക്ക് മനോജിൻ്റെ നേതൃത്വത്തിലും ബസ് ഓണേഴ്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഇവിടുത്തെ യാത്ര വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ബസ് ഓണേഴ്സും ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനം. തീർച്ചയായിട്ടും ഒരു 60 ദിവസത്തിന് മുന്നേ ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് KSTP ഉറപ്പു നൽകിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇതുവഴി ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ റൂട്ട് തിരിച്ചുവിടുന്നതിനായി 5 ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നമ്മളിപ്പോൾ പ്രവൃത്തി മാക്സിമം സ്പീഡിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. നിർദ്ദിഷ്ട സമയത്തിന് മുന്നേ തീർക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനാവശ്യമായ എല്ലാ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം 4 നമ്മളിപ്പോൾ ഡൈവേർഷൻ ബോർഡ് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് വൈകിട്ടത്തോടുകൂടി നമ്മൾ സ്ഥാപിക്കും. പിന്നെ നോ എൻട്രി ബോർഡുകളും വയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യും. പിന്നെ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് 5 നമ്മൾ ആളെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ തിരിച്ചുവിടാനായിട്ട്. കൂടാതെ 5 ജീവനക്കാരെ പ്രധാന സ്ഥലങ്ങളിൽ നിയോഗിക്കും. ചേർപ്പ് നെടുപുഴ പോലീസ് മേഖലയിൽ പ്രത്യേക നിരീക്ഷണം നടത്തും. സ്വകാര്യ ബസ്സുടമകൾ പദ്ധതി പൂർത്തീകരണത്തിന് പൂർണ്ണ സഹകരണമാണ് അറിയിച്ചത്. തീരുമാനപ്രകാരം നമ്മൾ ഇവിടുന്ന് ബസ് സർവീസ് മുടക്കം വരാതെ പൊതുഗതാഗതത്തിന് ഫ്രീ ആയിട്ട് ഇതിൽ കൂടെ കടത്തിവിടാവുന്നു. ചെറുവാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടാമെന്നാണ് അന്നത്തെ കളക്ടർ തീരുമാനം. അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും വല്ല ഓവർടേക്കിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം, പൊതുഗതാഗതം ഒരുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഈ ഡൈവേർഷന് വരുന്ന സമയങ്ങളിൽ രാവിലെ 7 മണി തൊട്ടെങ്കിലും ഡൈവേർഷൻ തിരിച്ചു വിടണം. എന്നാലാണ് ഈ ഇവിടേക്ക് കയറി വരുന്ന വണ്ടികൾ ബ്ലോക്ക് ആവാതെ. 7 മണിക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ KSTPയുടെ സ്റ്റാഫും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ സർവീസ് നടത്താൻ പറ്റും. യാത്രക്കാർക്കും സൗകര്യം ഉണ്ടാവും. പൊതുഗതാഗതം ഫ്രീ ആയിട്ട് പോകും. ജനങ്ങൾ ഇത്തിരി കുറച്ച് കാലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും ചെറുവാഹനം. പ്രധാനമായിട്ട് പറയുന്നത് സ്ഥിരമായിട്ട് പോകുന്ന ബസ്, അതുപോലെ തന്നെ ലോറികൾ, സ്കൂൾ ബസ്, മറ്റുള്ള എമർജൻസി സർവീസായിട്ടുള്ള ആംബുലൻസ്, മറ്റു വണ്ടികൾ മാത്രം ഈ വഴി പോയി ബാക്കി ചെറുവണ്ടികളെല്ലാം ഡൈവേർഷൻ എടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇരിഞ്ഞാലക്കുട തൃപ്രായ റൂട്ട് വരുന്ന വണ്ടികളെല്ലാം ഒന്നല്ലെങ്കിൽ പാലക്കൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ തൃശ്ശൂർ പോവുക. അതുപോലെ തന്നെ പൂച്ചാനിപ്പാടം വഴി നേരെ ഒല്ലൂർ വഴി തൃശ്ശൂർ പോവുക. അപ്പോൾ നിലവിൽ അല്ലെങ്കിൽ മണിക്കൂറോളം ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ, ചെറുവണ്ടികളെല്ലാം ലെഫ്റ്റ് ഡൈവേർഷൻ എടുത്ത് ഒല്ലൂർ വഴി കറങ്ങി പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ റൂട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്.